ഇപ്പോൾ മണ്ടോദരി ഒരു ലവ് ചിഹ്നം അങ്ങോട്ട് അയച്ചു, അത് ഓക്കെ സന്തോഷം എന്നുള്ള ഇതിൽ അങ്ങോട്ട് അയച്ചതാണ്. പക്ഷെ ഈ നിൽക്കുന്ന വായു നോക്കി അതിന് തെറ്റിദ്ധരിച്ച് അവനോട് സ്നേഹമാണ് ഇഷ്ടമാണെന്നുള്ളതിൽ തിരിച്ചു വീണ്ടും ഒരു ലവ് ചിഹ്നം ഇങ്ങോട്ട് അയച്ചു. അവിടെയാണ് പ്രശ്നം. അതാണ് സാർ ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. ഓക്കെ, അത് ഈ കുടുംബത്തിലേക്ക് വേറെ ആരെങ്കിലും ഈ വലിഞ്ഞു കയറിയിട്ട് വരുന്നതുണ്ടല്ലോ, അതൊന്ന് തടയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ല സത്യശീല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ഈ ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പുണ്ടല്ലോ, പണ്ട് ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ വെർഷനാണ് നമ്മുടെ ഈ സ്റ്റിക്കറും ഇമോജികളും ഒക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് അങ്ങനെ കാണണം. നിങ്ങൾ ഈ പഴഞ്ചൻ ചിന്താഗതി മാറിയിട്ട് പുതിയതായിട്ട് ചിന്തിക്കണം. അതായത് ഇനി ഭാഷ പഠിക്കണ്ട, ഭാഷ ഇനി പഠിക്കണ്ട, അതൊക്കെ പഴയതാണ് അല്ലേ? ഭാഷ എന്ന് പറഞ്ഞാല് സാഹിബ് ഈ ഇപ്പൊ തിരക്കിട്ട ഈ ജീവിതത്തിനിടയിൽ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ സമയം കിട്ടാതെ വരും നമ്മൾ ഈ ഒരു സ്റ്റിക്കറോ ഒരു ഇമോജി അയച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യം മനസ്സിലാക്കാം. പക്ഷെ അതെന്താണ് അയക്കണേന്നുള്ളത് കിട്ടുന്ന ആളും അയക്കുന്ന ആളിന് ബോധം വേണം. ആ ബോധത്തോടു കൂടി വേണം അയക്കാൻ. അല്ല സാർ, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇത് ശരി. ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ ചോറ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആ കൂട്ട ഇഷ്ടമായില്ല, ഇപ്പൊ നമ്മള് പെണ്ണിനോട് പറയാ ഈ മീൻ കൂട്ടൊക്കെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ അതിനെന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ, പറച്ചിലിൽ തന്നെ അത് ഭയങ്കര ഇതായിട്ട് അവർക്ക് ഒരുപാട് വേദനിക്കും. അപ്പൊ അവര് വേദനിപ്പിക്കാതെ അതിനനുസരിച്ചുള്ള ഇമോജി ഉണ്ട് അതില്. ഇങ്ങനെ ഒരു ചെറിയ സാധനം ഉണ്ട്, ഈ സാധനം. നമ്മള് അതിടുമ്പോ അതിട്ടാ മതി, അവർക്ക് കാര്യം മനസ്സിലാവും. അല്ലാണ്ട് ഉള്ളിൽ വേദനിക്കും. നിങ്ങൾ പറയുന്ന രീതി ഏതാണെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോ അത് കൊള്ളാം, നല്ല രുചിയാണെന്ന് പറഞ്ഞാൽ അതിന് വേറെ സാധനം ഉണ്ട്. ഇങ്ങനൊരു സാധനമുണ്ട്, അതിട്ട് കൊടുത്താൽ നല്ല കൂട്ടാനാണ്, നല്ല രുചിയുണ്ട്, എനിക്ക് ഇനിയും വേണം എന്നുള്ളത് അതാണ് അതിനകത്ത്. ഇതുപോലെ ഓരോന്നിനും ഓരോ സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോ ഇങ്ങനൊരു സാധനമുണ്ട്, തവളയുടെ കുറച്ച് സൈക്കിൾ കയറിയാൽ മതി. ഇതെന്താ സംഭവം അറിയാമോ? ഇത് ആശ്ചര്യം, അത്ഭുതം, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഇനിയിപ്പോ വേറെ സാധനമുണ്ട്. ഇതെന്താ? ഇപ്പൊ ആരെങ്കിലും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണല്ലോ ഇടുന്നത്. സാധനമുണ്ട്. ഇനി ഇതുപോലെ തന്നെ അപകടകാരികളായ സംഗതികളും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതൊന്നുമല്ല. അതായത് നമ്മളൊന്ന് ഇങ്ങനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അത് ഞാനും ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ അറിയാതെ കുറെ ഇട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി അത് കൂടുതൽ ഇടണ്ടാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അതെങ്ങനെ എനിക്ക് തിരിച്ചുണ്ടായത് ഈ സാധനം ഇതാണെന്നുള്ളത്. അപ്പൊ അതൊക്കെ അയക്കുമ്പോ അതിന് കാര്യം ഉണ്ടെങ്കിൽ മാത്രം അയക്കുക, അല്ലാതെ അയച്ചാൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ ഒരു ചെറിയ കാര്യം പറയാം. അപ്പൊ ആയിരിക്കുന്ന പുതിയ ദമ്പതികൾ അവര് പറഞ്ഞ മാതിരി ഒരു വർഷത്തെ നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. കൂടുതൽ ഇമോജീസ് ആണ് അവരെ അടുപ്പിച്ചത്, മെസ്സേജുകൾ ഇമോജീസുകൾ എന്താണ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിയിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് എത്തിയേക്കാ വിചാരിച്ച്.